ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇത്രയും കാലമായി ക്രിസ്ത്യാനികളുടെ മതപ്രമാണങ്ങളിൽ എന്തൊക്കെയോ വലിയ ഗുരുതരമായ വീഴ്ചകളുണ്ട്. തന്തയില്ലാത്ത ഒരു മകനെയാണ് അവർ ദൈവമായിട്ട് കൊണ്ടു നടക്കുന്നത്. യേശുവിന് ഒരു തന്തയെ കൊണ്ടുവരൂ എന്ന് പറയുന്നത് മാത്രമല്ല, ബൈബിളില് കൈകടത്തലുകൾ വന്നിട്ടുണ്ടെന്നും അത് പ്യൂർ ആയിട്ടുള്ള ദൈവിക ഗ്രന്ഥമല്ലെന്നും ഒക്കെയായിരുന്നു പൊതുവെ ഇസ്ലാമിസ്റ്റുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത്. സ്നേഹസംവാദം എന്ന വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരിപാടിയിലൂടെ എം അക്ബറും ടീം അംഗങ്ങളും പ്രചരിപ്പിച്ചിരുന്നതും അതുതന്നെയായിരുന്നു. ഞങ്ങളുടേതു മാത്രമാണ് മുന്തിയ മതം, മറ്റുള്ളതെല്ലാം പോക്കാണ്, ഞങ്ങൾ മാത്രമാണ് നേരിട്ട് സ്വർഗത്തിലേക്ക് വഴിവെട്ടി പോകുന്നവർ, അതുകൊണ്ട് ഞങ്ങളുടെ മതത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി ഞങ്ങളാൽ കഴിയുന്നതെല്ലാം സമ്മേളനങ്ങളിലൂടെ ആയിരുന്നാലും ഇതുപോലെയുള്ള പരിപാടികളിലൂടെ ആയിരുന്നാലും മതപരിവർത്തനം നടത്തിച്ച് അവർക്ക് ഫണ്ട് കൊടുത്ത് അവരെ സിറിയയിലേക്ക് പറഞ്ഞു വിട്ട് മതം വളർത്തുന്ന കാര്യമായിരുന്നാലും തുടങ്ങി അവരെ കൊണ്ട് സാധിക്കുന്ന എല്ലാ മേഖലകളിലൂടെയും ഈ മതത്തെ ഒന്ന് വളർത്താൻ വേണ്ടി അവർ ശ്രമിച്ചു എന്ന് മാത്രമല്ല, ഇതര മതങ്ങളെ തളർത്തുക കൂടി ചെയ്യണമല്ലോ, എന്നാലല്ലേ നമുക്കൊരു ലതുള്ളൂ. അപ്പോ ആ ലതിനു വേണ്ടിയായിരുന്നു ഇവർ ചെയ്തത്. അപ്പോൾ അനിൽ അയ്യപ്പനോടും സെബാസ്റ്റ്യൻ പുന്നക്കലിനോടും അനിൽ കൊടുത്തോട്ടത്തോടും ഒക്കെ ഇസ്ലാമിസ്റ്റുകൾ അതുപോലെ മതേതരവാദികൾ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾക്കൊരല്പം സഹിഷ്ണുതയാകാമായിരുന്നില്ലേ? നിങ്ങൾ ഇങ്ങനെ പബ്ലിക്കായിട്ടൊരു ചാനലിൽ വന്നിരുന്ന ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്നുള്ള വാചകത്തെ മുറുകെ പിടിച്ചിട്ട് പ്രവാചകനിലെ കാലഘട്ടത്തേക്കും ജീവിക്കുന്ന മനുഷ്യന് ഉത്തമമായ മാതൃകയുണ്ട് എന്നുള്ള ഖുർആനിന്റെ തള്ളിന് പ്രവാചകനിൽ ഈ കാലഘട്ടത്തിൽ പിൻപറ്റാൻ പറ്റുന്ന ഒരു 10 മാതൃകകളെങ്കിലും പറഞ്ഞു തരൂ എന്ന് പറയുന്നത്, അതൊക്കെ സഹിഷ്ണുതയില്ലായ്മയല്ലേ? ഖുർആനിലെ വൈരുദ്ധ്യങ്ങൾ നിങ്ങൾ എടുത്തെടുത്ത് കാണിക്കുന്നു, അസഹിഷ്ണുതയല്ലേ നിങ്ങൾ ഈ കാണിക്കുന്നത്? പ്രവാചകന്റെ മഹത്തായ സ്വഭാവങ്ങൾ നിങ്ങൾ എണ്ണി എണ്ണി പറയുന്നു പബ്ലിക്കിനോട്. ഇതൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അസഹനീയമാണ്, അവർക്ക് സഹിക്കാൻ പറ്റില്ല തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ അസഹിഷ്ണുതയ്ക്ക് അനിൽ അയ്യപ്പൻ തരുന്ന മറുപടി എന്നുകൂടി നമുക്കൊന്ന് കേൾക്കേണ്ടതുണ്ട്. കേൾക്കാം. പല കാര്യങ്ങളുടെയും നിജസ്ഥിതികൾ പുറത്തു കൊണ്ടുവന്ന് ഇത്തരം സംവാദങ്ങളാണെങ്കിൽ എം അക്ബറെ പോലുള്ള സ്നേഹ സംവാദകരടക്കമുള്ള എല്ലാ മതങ്ങളിൽ നിന്നുമുള്ള സംവാദകരോടും നാം സഹിഷ്ണുത കാണിക്കണ്ടേ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ താങ്കൾക്ക് ഇത്തിരി സഹിഷ്ണുത കുറവാണ് എന്നുള്ള ഒരു കാര്യമാണോ ഇനി അവർ പരാമർശിക്കുന്നത്? അത്തരത്തിലുള്ള ചോദ്യം എന്ത് മറുപടിയാണ് കൊടുക്കാണോ? തീർച്ചയായും നമ്മൾ അവരോട് സഹിഷ്ണുത കാണിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എം അക്ബറിനോടോ അല്ലെങ്കിൽ വേറെ അക്ബർ മാത്രമല്ല വേറെ ആളുകളുണ്ട്. ഇപ്പൊ നിരീശ്വരവാദികൾ നോക്കിയാൽ സി രവിചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, സാലിടമറുണ്ട്, പിന്നെ ഹിന്ദുക്കളിലേക്ക് നോക്കിയാൽ ഒരു ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ക്രൈസ്തവ വിശ്വാസത്തിനെതിരായിട്ട് സോഷ്യൽ മീഡിയ വളരെ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പൊ ഇവരോടെല്ലാം നമുക്ക് സഹിഷ്ണുതയുണ്ട്. അത് ഞങ്ങൾക്ക് സഹിഷ്ണുത ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇവരുടെയൊക്കെ വീഡിയോ പ്രോഗ്രാം എന്തെങ്കിലും ഞങ്ങളുടെ അടുത്തെങ്ങാനൊക്കെയാണ് ഇവർ പ്രോഗ്രാം വെക്കുന്നതെങ്കിൽ ഞങ്ങൾ ഡയറക്റ്റ് ആ പ്രോഗ്രാം പോയി കാണും, കേൾക്കും, എന്താണ് പറയുന്നതെന്ന് അവിടെ നിന്ന് കേൾക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾ അത് കേൾക്കും. കേട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓരോന്നും. ശരിക്കും ഇത്രയും കാലം ഈ മതം പ്രചരിപ്പിച്ചുകൊണ്ട് നടന്ന ആളുകളുടെ സ്നേഹസംവാദം പോലെയുള്ള പരിപാടികൾ കേൾക്കുക മാത്രമല്ല, അവരുടെ വിവരങ്ങൾ അവർ അപ്ഡേറ്റ് ചെയ്യുക കൂടി ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഇമാം സുയൂത്തിയുടെയും ഇമാം ത്വബരിയുടെയും പോലെയുള്ള ഗ്രന്ഥങ്ങൾ, ഇബ്നു കസീർ പോലെയുള്ള അമാനി മൗലവിയുടെ തഫ്സീർ അടക്കം ഇവരുടെ കൈകളിൽ എത്തിയതും ഇന്ന ആയത്ത് നമ്പർ, ഇന്ന അധ്യായം, അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ഇതാണ് കൊടുത്തിരിക്കുന്നത് എന്ന് കൃത്യമായി സോഷ്യൽ മീഡിയയിൽ പറയാൻ അവർക്ക് സാധിക്കണമെങ്കിൽ അവർ ഇത് സഹിഷ്ണുതയോടുകൂടി കേൾക്കുക മാത്രമല്ല, ക്ഷമയോടുകൂടി പഠിക്കുകയും സാവകാശത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അവധാനതയോടുകൂടി അത് പബ്ലിക്കിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വലിയ ഒരു ജനസമൂഹത്തെ ചിന്തിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അവർ പറയുന്ന ഓരോ ആരോപണങ്ങളും എടുത്ത് പരിശോധിച്ച് അതിനുള്ള മറുപടി തയ്യാറാണ്. എന്നിട്ട് അവർക്ക് മറുപടി കൊടുക്കും. ഈ മറുപടി കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാലത്ത് എം അക്ബറൊക്കെ കേരളത്തിൽ എവിടെ പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാലും ഒരു മാസത്തിനുള്ള അവർ യൂട്യൂബിൽ ഇവരുടെ പ്രോഗ്രാം എടുത്ത് കാണിച്ചുകൊണ്ട് മറുപടി പറയുന്നത് ഇവര് തന്നെയാണ്. എന്നാൽ ക്രിസ്ത്യാനികളുടെ പ്രോഗ്രാം അവരിങ്ങനെ പറഞ്ഞു, ഈ വിഷയത്തെ കുറിച്ചിട്ട് ഇങ്ങനെയല്ല പറയുന്നത്, ഇതല്ല ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഇസ്ലാമിക പ്രഭാഷകർ പ്രസംഗിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? അനിൽ കൊടുത്തോട്ടം പ്രവാചകന്റെ ഗുണഗണങ്ങളെ സംബന്ധിച്ച് ഇന്ന പ്രസംഗത്തിൽ ഇതാണ് പറഞ്ഞത്, അത് കേൾപ്പിക്കുന്നു. എന്തായിരുന്നാലും അവരുടെ പ്രസംഗം വിമർശിക്കാൻ വേണ്ടി എടുത്താൽ ഒരാളും കോപ്പിറൈറ്റ് അടിക്കില്ല, ഈ വിശ്വാസികളല്ലാതെ. എനിക്ക് കോപ്പിറൈറ്റ് അടിക്കുന്നത് മൊത്തം വിശ്വാസികൾ അവരുടെ വീഡിയോ എടുത്ത് ഇങ്ങനെ കാണിച്ചാൽ തന്നെ, ഇപ്പൊ ഞാനിപ്പോ അല്പം സ്പീഡ് കൂട്ടിയാണ് കാണിക്കാറുള്ളത്. അതായത് അവർക്ക് അസഹിഷ്ണുതയാണ്, അവരെ വിമർശിക്കാൻ പാടില്ല, അവരെ വിമർശിക്കാൻ പാടില്ല. ഈ അബൂബക്കർ കാസിമിയൊക്കെ എത്ര തവണ എനിക്ക് കോപ്പിറൈറ്റ് അടിച്ചിട്ടുണ്ട്?
സ്ട്രൈക്ക് വന്നിട്ടുണ്ട്. അപ്പോ ഇവരുടെ അസഹിഷ്ണുത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കേൾക്കുക, തൊള്ള തൊടാതെ വിഴുങ്ങുക, അതല്ലാതെ നിങ്ങൾ ഞങ്ങൾക്ക് മറുപടികളായിട്ടൊന്നും പറയുകയോ ഞങ്ങളെ വിമർശിക്കുകയോ ചെയ്യാൻ പാടില്ല. എന്നാൽ ക്രിസ്ത്യാനികൾ അങ്ങനെയല്ല. അവരത് പഠിക്കുകയും മനസ്സിലാക്കുകയും അത് അവധാനതയോടുകൂടി ആൾക്കാരിലേക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ തെറ്റ്. ഞങ്ങൾ പറയുന്ന ശരികൾ ഇതാണ്, ഇതിന്റെ റഫറൻസ് ഗ്രന്ഥം ഇതാണ്, ഇത് വിശ്വാസികൾ അംഗീകരിച്ച ഗ്രന്ഥമാണ്, അത് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അത് തന്നെയാണ് സമൂഹത്തിന് വേണ്ടതും. നമ്മുടെ വീഡിയോ ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ വന്നിരുന്ന് കാണുന്നത് കൊണ്ട് അവരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടാം. എന്തെങ്കിലുമൊക്കെ പോയിന്റുകൾ, ചിന്തിക്കാൻ പറ്റുന്ന സ്പാർക്കുകൾ അതിൽ നിന്ന് ലഭിച്ചില്ലെങ്കിൽ ചുമ്മാ വളവളാന്ന് പറഞ്ഞു പോയിട്ട് എന്താണ് കാര്യം? ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ പറയുന്നത് തെറ്റാണെങ്കിൽ, നിരീശ്വരവാദികൾ പറയുന്നത് തെറ്റാണെങ്കിൽ, യുക്തിവാദികൾ വിമർശിക്കുന്നത് തെറ്റാണെങ്കിൽ, എക്സ് മുസ്ലിങ്ങൾ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ അത് എടുത്ത് കാണിച്ചുകൊണ്ട് തന്നെയാണ് പബ്ലിക്കിനോട് സംസാരിക്കേണ്ടത്. 33-ാം അധ്യായമായ സൂറത്തുൽ അഹ്സാബിനെ കുറിച്ചിട്ട് വിശ്വാസികളാകുന്ന ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഇവരിങ്ങനെയാണ് പറയുന്നത്, ശരിയായിട്ടുള്ള അർത്ഥം ഇതല്ല, ഇവര് കാണിക്കുന്ന ഖുർആൻ പരിഭാഷയിൽ ഇത് ഇല്ലേ ഇല്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് കാണിക്കാൻ എന്താണ് ഇവർക്ക് സാധിക്കാതെ പോകുന്നത്? ഞങ്ങൾ നടത്തുമായിരുന്നു. അപ്പൊ അങ്ങനെ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ അദ്ദേഹത്തിന് കത്തയക്കും. ഇങ്ങനെ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് വെച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, താങ്കൾ അവിടെ ചെയ്തതായിട്ട് അറിഞ്ഞു ഞങ്ങൾ മറുപടി പറയുന്നുണ്ട്. ഞങ്ങൾക്ക് അത് താല്പര്യമില്ല. ഞങ്ങൾക്ക് താല്പര്യം എന്ന് പറയുന്നത് സ്റ്റേജിനകത്ത് ഒരു മേശയ്ക്ക് അപ്പുറത്ത് വരുന്നുണ്ട് നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾക്കെതിരെ പറയാനുള്ള ആരോപണങ്ങളൊക്കെ നിങ്ങൾ പറയും, ഞങ്ങൾ അതിന് മറുപടി തരാം. അത് കഴിഞ്ഞ് നിങ്ങളുടെ മതത്തെ കുറിച്ച് ഞങ്ങൾക്ക് കുറച്ച് സംശയങ്ങളും ചോദ്യങ്ങളുണ്ട്, അത് ഞങ്ങൾ ചോദിക്കും, നിങ്ങൾ മറുപടി പറയാം. എന്നിട്ട് കേൾവിക്കാർ തീരുമാനിക്കട്ടെ ആര് പറയുന്നതാണ് സത്യമായിട്ടുള്ളത്, ആര് പറയുന്നതാണ് നിത്യജീവനിലേക്ക്. ചർച്ചകളിൽ പങ്കെടുക്കാൻ തയ്യാറാണോ? ഇല്ല, അവർ തയ്യാറാകുന്നില്ല. അതാണ് രസം. ഞങ്ങള് എത്രയോ വർഷങ്ങളായിട്ട് എം അക്ബറിനെ പിന്നെയും ഞങ്ങൾ മെയിലയക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് വരെ അദ്ദേഹം ഞങ്ങൾക്ക് ഒരു മറുപടി തരികയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് തന്നെയാണ് ഈ സി രവിചന്ദ്രന്റെ കാര്യവും. അദ്ദേഹം സുവിശേഷ വിശേഷം എന്നും പറഞ്ഞുകൊണ്ട് ഒരു പരിപാടിയായിട്ട് കേരള മൂല്യങ്ങളോ കൂടാടി നടന്നിരുന്നു. ആ സമയത്ത് ഞങ്ങൾ അതിന് മറുപടി പറയാൻ പോകുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിന് മെയിലയക്കും. എന്നിട്ട് പറയാം ഞങ്ങൾക്ക് താല്പര്യം എന്ന് പറയുന്നത് ഒരേ വേദിയിൽ വെച്ചുകൊണ്ട് തന്നെ ജനങ്ങൾ രണ്ടു കൂട്ടരും കേൾക്കട്ടെ. അല്ലാണ്ട് ഏകപക്ഷീയമായിട്ട് നിങ്ങൾ വന്ന് സംസാരിച്ചു പോകും, പിന്നെ ഏകപക്ഷീയമായി ഞങ്ങൾ വന്ന് സംസാരിച്ചു പോകും, അതൊരു രസമല്ല. ഒരേ വേദി വെച്ച് തന്നെ രണ്ടു കൂട്ടർക്കും പറയാനുള്ള സംശയ നിവാരണങ്ങളൊക്കെ തീർത്ത് മുന്നോട്ട് പോകും. അപ്പൊ ആൾക്കാർ മനസ്സിലാക്കേണ്ട സത്യം എന്ന് പറയും ഇവര് വരികയില്ല. ശരിക്കും അതല്ലേ സഹിഷ്ണുത എന്ന് പറയുന്നത്? പബ്ലിക്കായിട്ട് വേദിയിൽ വരൂ, നിങ്ങളും റെക്കോർഡ് ചെയ്തോ ടെലികാസ്റ്റ് ചെയ്തോ ഒരു കുഴപ്പമില്ല, ഞങ്ങളും ആ വേദിയിൽ വെച്ച് ചോദിക്കാം, നിങ്ങളും ആ വേദിയിൽ വെച്ച് ചോദിക്കൂ. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ചുമര് അതിനകത്തിരുന്നു കൊണ്ട് ചർച്ച ചെയ്യണം. അത് രണ്ട് വിഭാഗവും ടെലികാസ്റ്റ്, ഒരു വിഭാഗമേ ടെലികാസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, റെക്കോർഡ് ചെയ്യാൻ വേറെ ആർക്കും അതിനുള്ള റൈറ്റ് ഇല്ല. അതൊന്നും ശരിയായ ഒരു രീതിയല്ല. അനിൽ മുഹമ്മദ് എന്നെ ഡിബേറ്റിന് വിളിച്ചത് ഈ രൂപത്തിലായിരുന്നു. ഞങ്ങൾക്കൊരു സഹിഷ്ണുത കുറവില്ല. ഇനി നമ്മൾ ക്രിസ്ത്യാനികളെ നോക്കിയാൽ എം അക്ബർ വിളിച്ചിരിക്കുന്ന എം അക്ബറിന്റെ സ്നേഹസംഭവം എന്ന് പറഞ്ഞ പ്രോഗ്രാമിലെ സ്റ്റേജുകളിലേക്ക് അച്ഛന്മാരെ വിളിച്ച അച്ഛന്മാർ പോയിട്ടുണ്ട്, പാസ്റ്റർമാരെ വിളിച്ച പാസ്റ്റർമാർ പോയിട്ടുണ്ട്. അവർ അവിടെ ചെന്ന് അവർക്ക് പറ്റാവുന്ന വിധത്തിൽ ക്രൈസ്തവ വിശ്വാസത്തെ കുറിച്ച് അവർ പറഞ്ഞിട്ട് അവർ പോന്നിട്ടുണ്ട്. പക്ഷെ ഇവരാരും നമ്മുടെ വേദിയിലേക്ക് വന്നിട്ട് ഇസ്ലാം വിശ്വാസത്തെ കുറിച്ച് ഇവർ പറയാൻ തയ്യാറാകുന്നില്ല. അപ്പൊ ആർക്കാണ് സഹിഷ്ണുത ഇല്ലാത്തത്? കാരണം ഇസ്ലാം വിശ്വാസത്തെ കുറിച്ച് പറയാത്തത് സഹിഷ്ണുത ഇല്ലാത്തത് കൊണ്ടല്ല, പൊട്ടിപ്പൊളിഞ്ഞു പോകൂലേ വിശ്വാസികൾ ഒന്നടങ്കം തെറ്റിപ്പോയാൽ ഇവരെങ്ങനെ ജീവിക്കും? ഈ ഒന്നാമത്തെ കാര്യം, ചോദ്യങ്ങളെ ഇവർ ഭയപ്പെടുന്നു. ചിന്തയ്ക്ക് ലോക്ക് വെച്ചിട്ടായിരുന്നു ഈ 1400 കൊല്ലമായി ഈ മതം പിടിച്ചു നിന്നിരുന്നത്. ആ ചിന്തയുടെ ലോക്ക് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇവരൊക്കെ പിന്നെ എങ്ങനെയാ ജീവിക്കുന്നത്? ആളെ പറ്റിച്ച്. നമുക്ക് സഹിഷ്ണുതകളോടല്ലേ നമ്മൾ അവിടെ ചെല്ലുന്നത്, പക്ഷെ ഇവർക്ക് സഹിഷ്ണുതയില്ല. മാത്രമല്ല നമ്മളാരും ഇന്നുവരെ അക്ബറിനെതിരെ ഒരു കല്ല് പോലും എടുത്തെടുത്തിട്ടില്ല. പക്ഷെ ഇവരോ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടതാണ്. അതിനകത്ത് പ്രത്യേകം ശ്രീ അനിൽകുമാറിന്റെ പേര് അതിനകത്ത് പരാമർശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അത് ഈ തരത്തിലും ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് താങ്കൾക്കെതിരെ മറ്റൊരു മതവിഭാഗത്തിലെ ഒരു നേതാവ് ഒരു കേസ് കൊടുക്കുകയോ അങ്ങനെ എന്തൊരു സംഭവം ഇങ്ങനെ ഒരു കേസ് എവിടെയോ ഫയൽ ചെയ്തിട്ടുണ്ടെന്നോ അത്തരത്തിലൊരു വീഡിയോയിൽ ഒരു പരാമർശം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിലൊരു സഭയുടെ അപ്പോളജിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി സത്യത്തിന് വേണ്ടി സംസാരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കേസുകൾ അല്ലെങ്കിൽ നൂലാമാലകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്? ഇല്ല, പേഴ്സണൽ ലൈഫിനെ അങ്ങനെ ബാധിച്ചിട്ടൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചല്ലേ ഇതിലേക്ക് ഇറങ്ങുന്നത്. നമ്മൾ ഇതിനെ പോലെ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം കേസിന് പോയത് ഹാരിസ് മദനി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം കേസിന് പോയത് എനിക്ക് അദ്ദേഹത്തോട് ഉറപ്പ് ഉദ്ദേശമില്ല. ഞാൻ അദ്ദേഹത്തിന് കൗണ്ടർ കേസ് ഒന്നും കൊടുത്തിട്ടുമില്ല. അത് തന്നെയല്ലേ കറേജ് എന്ന് പറയുന്നത്. നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് വലിയ ഒരു മാർഗത്തിലേക്കാണ്. ഞാനിത് പറയുമ്പോൾ ക്രിസ്ത്യൻ മതം ശരിയാണെന്നൊന്നും എനിക്ക് വാദമില്ല കേട്ടോ. അതായത് നമ്മളൊരു മാർഗത്തിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ നമുക്ക് വരുന്നതൊക്കെ കല്ലും മുള്ളും ചീമുട്ടകളും അടിയും ഒക്കെ തന്നെയായിരിക്കും. അതൊക്കെ ഏൽക്കാൻ തയ്യാറായി തന്നെ ഇറങ്ങിത്തിരിക്കണം. അതല്ലാതെ ചെറിയ ഒരു കാറ്റേറ്റാലോ വെയിലേറ്റാലോ വാടിപ്പോയാൽ എങ്ങനെയാണ് ഒരു നവോത്ഥാനം സംജാതമാകുന്നത്? എല്ലാ മതങ്ങളും തകർക്കപ്പെടേണ്ടതാണ്. അവിടെയൊക്കെ വളർന്നു വരേണ്ടത് മാനവികതയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹത്തോട് എനിക്കൊരു ബഹുമാനമുള്ളൂ. കാരണം അദ്ദേഹം നിയമത്തിന്റെ വഴിയാണല്ലോ സ്വീകരിച്ചത്. പക്ഷെ പലപ്പോഴും അതല്ല ഇവിടെ നടക്കുന്നത്. ഇപ്പോ ഹാരിസ് മദനിയെ വിമർശിച്ചപ്പോഴൊക്കെ ഹാരിസ് മദനി അനിൽ അയ്യപ്പനെതിരെ കേസ് കൊടുത്തു. ശരിക്കും ആർക്കാണ് സഹിഷ്ണുത? എന്നിട്ട് വ്യഭിചാര പുത്രനാണ് യേശു എന്ന് പറഞ്ഞിട്ട് വേറൊരു ഉസ്താദ് വന്നിട്ട് ശരിക്കും എന്താണ് വേണ്ടത്? മുഹമ്മദ് നബിയെ കുറിച്ച് ക്രിസ്ത്യാനികൾ ആരോപിക്കുന്ന ആരോപണങ്ങൾ ശരിയോ തെറ്റോ എന്ന് പറയുകയാണ് വേണ്ടത്. പ്രവാചകനെ സംബന്ധിച്ച് നിങ്ങൾ എടുത്തിരിക്കുന്ന ആ ഹദീസുകൾ ശരിയല്ല, ആ ഗ്രന്ഥത്തിൽ ഉള്ളതല്ലാതെ അല്ലെങ്കിൽ അതല്ല അർത്ഥം,
അല്ലെങ്കിൽ നിങ്ങൾ മുറിച്ചു മാറ്റി, നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചു, അതൊക്കെ ന്യായമാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ആ പറയുന്ന ഗ്രന്ഥം ഞങ്ങൾ അംഗീകരിക്കുന്ന ഗ്രന്ഥമല്ല, പ്രവാചകന്റെ കാലശേഷം 200 വർഷങ്ങൾക്ക് ഇപ്പുറം എഴുതപ്പെട്ടതാണ്, അതിനൊന്നും ഒരു സത്യസന്ധതയുമില്ല, ഞങ്ങൾ അതൊന്നും ഉൾക്കൊള്ളുന്നില്ല. സിമ്പിൾ. ഇപ്പൊ അബ്ദുള്ള പറഞ്ഞു പീറ ഹദീസുകൾ, കുറച്ചു കഴിഞ്ഞാൽ പീറ ഖുർആൻ എന്നും പറയും, തീർന്നു കാര്യം. അപ്പൊ നമ്മുടെ രണ്ടുപേരുടെയും വാദം ഒരുപോലെ തന്നെ ആയിത്തീർന്നു, പിന്നെ തർക്കമില്ല ആ വിഷയത്തിൽ. അപ്പോൾ നന്ദി.